വ്യാപാരി വ്യവസായികളെ, ചെറുകിട കച്ചവടക്കാരെ, റൈവേസ്, ഞങ്ങളെ ശ്രവിക്കുന്ന മറ്റു ജനാധിപത്യ വിശ്വാസികൾ, ഞങ്ങളിന്ന് ഈ സമയത്ത് ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഇന്ന് വളരെ വേദനാജനകമായ ഒരു സംഭവമുണ്ടായി. നമ്മുടെ സമീപ പ്രദേശമായ മുണ്ടൂര് കണ്ടപ്പഞ്ചാൽ റോഡ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നവിടെ കോൺക്രീറ്റ് നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടി കോടഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അബ്രാഹം വാമറ്റത്തിൽ അവിടെ പോയി അവിടെ സന്ദർശിക്കുകയും അവിടെ നടക്കുന്ന കോൺക്രീറ്റ് നിയമാനുസൃതമാണോ, അതിൽ ചേർക്കേണ്ട മണലും മെറ്റലും സിമന്റുമെല്ലാം അതിന്റെ അനുപാതത്തിൽ ചേർക്കുന്നുണ്ടോ അറിയുന്നതിന് വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ കോൺട്രാക്ടറുടെ ആളുകൾ അദ്ദേഹത്തോട് കയർത്തി സംസാരിച്ചു. നിങ്ങൾക്കെന്താണ് ഇവിടെ കാര്യം? ഈ പഞ്ചായത്തിൽ ഞങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ ജീവിക്കുന്ന പഞ്ചായത്തിൽ എവിടെ വർക്ക് നടന്നാലും, ഏത് വാർഡിൽ വർക്ക് നടന്നാലും എനിക്കത് അറിയുന്നതിനും അത് അന്വേഷിക്കുന്നതിനും അത് സംബന്ധിച്ച എല്ലാ രേഖകൾ ആവശ്യപ്പെടുന്നതിനുമുള്ള ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശമുണ്ട്. ആ അവകാശമനുസരിച്ചാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. എനിക്കറിയണം. അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ എഞ്ചിനീയറോട് ചോദിച്ചു, എന്തനുപാതത്തിലാണ് ഇവിടെ നിങ്ങൾ കോൺക്രീറ്റ് കൂട്ടുന്നത്? എത്ര ചട്ടി സിമന്റ്, എത്ര ചട്ടി മണല്, എത്ര ചട്ടി മെറ്റൽ? അവർക്ക് അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു എഞ്ചിനീയർക്ക് അറിയില്ല. അപ്പോൾ അതിന്റെ അനുവാദങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കോൺട്രാക്ടറുടെ പണിക്കാർ അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറുകയും അദ്ദേഹത്തിനോട് അവിടെ നിൽക്കരുത്, ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അവിടെ മുണ്ടൂര് വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. വാർഡ് മെമ്പർ അബ്രാം ചേട്ടനോട് ചോദിച്ചു, ഈ കോടഞ്ചേരി പഞ്ചായത്തിൽ 21 വാർഡുണ്ട്, നിങ്ങൾ എല്ലാ വാർഡിലും പോയി ഇതുപോലെ അന്വേഷിക്കുമോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകും. ഞാൻ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാടുന്നവരാണ്. കുറ്റിച്ചെല്ലെടുത്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്നും, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും, ഉദ്യോഗസ്ഥരിൽ നിന്നും അഴിമതിയെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി കേജ്രിവാളിന്റെ പിന്നിൽ അണിനിരുന്ന് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ എവിടെ പണി നടന്നാലും ഞങ്ങളുടെ ആളുകൾ പോയി അന്വേഷിക്കും. അതിൽ അഴിമതിയുണ്ടെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പഞ്ചായത്ത് മെമ്പറാണ് ചോദിച്ചത്. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച പഞ്ചായത്ത് മെമ്പർ, ആ മെമ്പർ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു? ആ മെമ്പറും ആ നാടിന്റെ വികസനത്തിന് വേണ്ടി ആ റോഡ് വേണ്ട അനുവാദത്തിൽ കോൺക്രീറ്റ് ചെയ്താൽ വർഷങ്ങളോളം നിൽക്കുന്നതിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത്? അല്ലാതെ അഴിമതിക്കാരനായ കോൺട്രാക്ടർക്ക് കൂട്ടുനിന്നുകൊണ്ട് അതിന്റെ വീതം പറ്റുന്നതിന് വേണ്ടിയല്ലേ അവർ നിലകൊള്ളുന്നത്? ഇതാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാലാകാലങ്ങളായി ഭരിച്ച ഇടതുപക്ഷ വലതുപക്ഷ ഗവൺമെന്റുകളുടെ തെറ്റായ കാർഷിക നയങ്ങളുടെ ഫലം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങൾ ഓരോ ദിവസവും നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പഞ്ചാലിൽ പുലി വന്നു. നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വായിച്ചു, വാട്സാപ്പുകളിൽ കണ്ടു, ടിവിയിൽ കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പുലി നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്? വനത്തിലവയ്ക്ക് ആഹാരമില്ല, വനത്തിലവയ്ക്ക് വെള്ളം ലഭിക്കുന്നില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടങ്ങളും കൂടി കാട്ടിലെല്ലാം അക്കേഷ്യ, തേക്ക്, കശുമാവ് തുടങ്ങിയവയെല്ലാം നട്ടുപിടിപ്പിച്ചപ്പോൾ ജലമൂറ്റി കുടിക്കുന്ന അക്കേഷ്യ, യൂക്കാലിപ്സ് പോലെയുള്ള വനങ്ങൾ വളർന്നു വന്നപ്പോൾ കാട്ടിൽ വെള്ളമില്ലാതായി. അവ നാട്ടിലേക്ക് ഇറങ്ങുന്നു. കൂടാതെ പന്നി എന്ന ക്ഷുദ്രജീവി നമ്മുടെ നാട്ടിലിറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നു, നമ്മുടെ കൃഷികളെല്ലാം നശിപ്പിക്കുന്നു. ഈ പന്നിയെ ഭക്ഷണമാക്കുന്നതിന് വേണ്ടി പുറകെ പുലി വരുന്നു. പുലിയെ പിടിക്കുന്ന മൃഗങ്ങൾ അതിന്റെ പുറകെ വരുന്നു. അങ്ങനെ വനത്തിലുള്ളവയെല്ലാം ഇന്ന് കാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്,
വനഭൂമി ഗവൺമെന്റിന്റേതാണെങ്കിൽ കൃഷിഭൂമി കർഷകന്റേതാണ്. ഞങ്ങൾ നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ ഏതെങ്കിലും മൃഗങ്ങൾ ഇറങ്ങി വന്നാൽ അവയെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പറമ്പിലിറങ്ങിയാൽ ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ തിന്നും, നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ആം ആദ്മി പാർട്ടി ഒരു മുന്നറിയിപ്പ് തരികയാണ്. പണ്ട് നമ്മൾ വാട്സാപ്പിലൊക്കെ കണ്ടു ഒരു കൃഷിക്കാരൻ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ, ഈ മണ്ണിനെയൊക്കെ തല്ലിക്കൊന്ന് കൂട്ടാൻ വെച്ച് കഴിക്കണമെന്ന്. 72 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും പന്നിയൊക്കെ കൊന്ന് യഥേഷ്ടം ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന വനനിയമം, അവർ വനനിയമം പരിഷ്കരിച്ചു. കോൺഗ്രസ് അങ്ങനെ വെറുതെ ഇരിക്കുമൊന്നും വേണ്ട, ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ കൊണ്ടുവന്ന വനനിയമത്തിന്റെ ഫലമാണ് ഇവിടെ ഇന്ന് ഈ ശുദ്രജീവികൾ വർദ്ധിച്ചു വന്നത്. ഇവിടെ താമരശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു ബ്ലോക്ക് മെമ്പർ ഒരു പരാതി നൽകി